വടക്ക് പടിഞ്ഞാറൻ സിറിയയിലെ ഇദ്ലിബ് ഗവർണറേറ്റിന്റെ അമീർ തഹ്രീർ അൽ-ഷാം എന്ന സുന്നി വിമത സൈന്യത്തിന്റെ തലവൻ. സിറിയയിലെ ഇന്നത്തെ അട്ടിമറി മുന്നേറ്റത്തിന്റെ മാസ്റ്റർ ബ്രെയിനായ മുൻ അൽ-ഖ്വയ്ദ പോരാളി ആരാണ്? മുഹമ്മദ് അൽ ഗൊലാനി. സൗദി അറേബ്യയിലെ റിയാദിൽ ഇടത്തരം കുടുംബത്തിൽ ജനിച്ച അഹമ്മദ് അൽ ഷരായാണ് ഇന്ന് സിറിയൻ വിമത മുന്നേറ്റത്തിന് നേതൃത്വം വഹിക്കുന്ന മുഹമ്മദ് അൽ ഗോലാനി. 1967 ഇസ്രയേൽ കീഴടക്കിയ ഗോലാൻ കുന്നുകളിൽ നിന്ന് പലായനം ചെയ്ത തന്റെ കുടുംബത്തിന്റെ പൈതൃകം യുദ്ധനാമമായി സ്വീകരിച്ചാണ് അൽ ഷര അൽ ഗോലാനിയായി മാറിയത്. 2001 അമേരിക്കയെ നടുക്കിയ ഇരട്ട ഗോപുരങ്ങളുടെ തകർച്ചയിൽ പ്രചോദിതനായി ജിഹാദി പോരാളിയായി മാറിയ ഗോലാനി ഇന്ന് ലോകത്തിനു മുന്നിൽ സ്വയം അവതരിപ്പിക്കുന്നത് പ്രായോഗികവാദിയായ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനായാണ്. ഇദ്ലിബ് ഗവർണറേറ്റ് എന്നറിയപ്പെടുന്ന വടക്കു പടിഞ്ഞാറൻ സിറിയൻ പ്രവിശ്യയുടെ അമീറാണ് മുഹമ്മദ് അൽ ഗോലാനി. ആഭ്യന്തര യുദ്ധം അടിച്ചമർത്തുന്നതിൽ ബഷാർ അൽ അസദ് ഭരണകൂടം വിജയിച്ചപ്പോൾ അതിൽ നിന്ന് സ്വയം ഭരണം പ്രഖ്യാപിച്ച് മാറി നിന്ന മേഖലയാണിത്. 2017 സിറിയൻ സാൽവേഷൻ ആർമി എന്ന ഈ പ്രതിപക്ഷത്തെ ഒപ്പം നിർത്തിയാണ് ഗോലാനിയുടെ തഹ്രീർ അൽ-ഷാം മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുത്തത്. എന്നാൽ അതിനും എത്രയോ മുമ്പ് ആരംഭിച്ചതാണ് ബഷാർ അൽ അസദിനെതിരായ ഗോലാനിയുടെ നിഴൽ പോര്. 2003 ഇറാഖിലേക്ക് കുടിയേറിയ ഗോലാനി 2008 വരെ ഇറാഖിലെ അമേരിക്കയുടെ ബുക്ക ജയിൽ ക്യാമ്പിൽ തടവിലായിരുന്നു. മോചനത്തിന് ശേഷം അൽ-ഖ്വയ്ദയുടെ സിറിയൻ വിഭാഗമായ ജബാത്ത് അൽ നുസ്ര രൂപീകരിക്കുമ്പോൾ ഒരൊറ്റ ലക്ഷ്യമായിരുന്നു മുന്നിൽ: ബഷാർ അൽ അസദിന്റെ പതനം. 2011 സിറിയയിലേക്ക് മടങ്ങുന്നത് മുതൽ ഇന്നുവരെ ഏതു മാർഗത്തിലായാലും ആ ലക്ഷ്യത്തിലെത്തുന്നതിനു വേണ്ടിയായിരുന്നു ഗോലാനിയുടെ പോരാട്ടം. അൽ നുസ്രയുടെ പ്രവർത്തനങ്ങളിൽ ഫണ്ടിങ്ങിലൂടെ അടക്കം ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന IS അവകാശവാദം ഉന്നയിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അൽ നുസ്രയെ ISുമായി ലയിപ്പിക്കാനുള്ള അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ ശ്രമങ്ങളെ തള്ളി 2004 ഗോലാനി പ്രഖ്യാപിച്ചു തൻ്റെ സൈന്യം കടപ്പെട്ടിരിക്കുന്നത് അൽ ഖയ്ദയുമായി മാത്രമെന്ന്. എന്നാൽ അതേ അൽ ഖയ്ദയുമായുള്ള ബന്ധമെല്ലാം 2017 ഗോലാനി ഉപേക്ഷിച്ചു. ഇതിനിടയ്ക്ക് ജബാത്ത് അൽ നുസ്രെ ഫത്തേ അൽ ഷാമായി മാറുകയും ഇതും പിരിച്ചുവിട്ട് തഹ്രീർ അൽ ഷാം രൂപീകരിക്കപ്പെടുകയും ചെയ്തു. അമേരിക്കയടക്കമുള്ള പാശ്ചാത്യ ശക്തികളുമായി ഏറ്റുമുട്ടാനില്ല എന്ന് പ്രഖ്യാപിക്കുകയും സിറിയയെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ലോഞ്ചിങ് പാഡാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്ന് നിലപാടെടുക്കുകയും ചെയ്തു. ഗാസയിലും തുടർന്ന് ലെബനനിലും ഇസ്രായേൽ ഹമാസ് ഹെസ്ബുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായപ്പോൾ ഓരത്തിരുന്ന് കണ്ടു തഹ്രീർ അൽ ഷാം. പ്രായോഗികവാദിയായല്ല, അവസരവാദിയായ ഒരു തന്ത്രജ്ഞനാണ് ഗോലാനി എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതിന് അങ്ങനെ കാരണങ്ങളേറെ. ബഷാർ അൽ അസദിന്റെ പ്രധാന സഖ്യകക്ഷികളായ ഇറാനും ഹെസ്ബുള്ളയും ഗാസയിലും ലെബനനിലും പൊരുതി തളർന്നിരിക്കുന്ന സമയം നോക്കി സിറിയയിൽ മിന്നലാക്രമണം നടത്തിയതും അതുകൊണ്ട് തന്നെ. വിരോധം അസദിനോട് മാത്രമെന്നും ന്യൂനപക്ഷങ്ങളോട് പ്രതികാരമില്ല എന്ന് പറയുമ്പോഴും ചരിത്രപരമായ ചില ആശങ്കകൾ ഇനിയും അവശേഷിക്കുന്നു. സ്വതന്ത്രമായ ഒരു സിറിയ എന്ന് പറയുമ്പോഴും ഇദ്ലിബിലുള്ളതുപോലെ ശരിയ നിയമത്തിൽ അധിഷ്ഠിതമായ തീവ്ര ഇസ്ലാമിസ്റ്റ് ഭരണകൂടമാണ് തഹ്രീർ അൽ-ഷാം മുന്നോട്ട് വെക്കുന്നത്. അവിടെ ഇസ്ലാമിനോട് വിരോധമില്ലാത്തിടത്തോളം കാലം ന്യൂനപക്ഷങ്ങളും ഷിയാക്കളും സുരക്ഷിതരാണെന്ന് മാത്രമാണ് ഗോലാനി പറഞ്ഞിട്ടുള്ളത്. അമേരിക്കയുടെ ഭീകരവാദ പട്ടികയിൽ പേരുള്ള ഗോലാനിക്കെതിരെ അന്താരാഷ്ട്ര തലത്തിലുള്ള യുദ്ധ കുറ്റകൃത്യ ആരോപണങ്ങൾ ഇവിടെ ഓർക്കണം. താലിബാന്റേതിന് സമാനമായ തലപ്പാവ് ഉപേക്ഷിക്കുമ്പോഴും തീവ്ര നിലപാടുകൾ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ചിട്ടുണ്ട് ഗോലാനി. സിറിയ എന്ന പ്രാഥമിക ലക്ഷ്യത്തിനപ്പുറം അത്തരം ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ചേർന്ന ഒരു അൽ ഖയ്ദ ഖിലാഫത്ത് രൂപീകരിക്കാനുള്ള ദീർഘകാല പദ്ധതികൾ പലതും ഗോലാനിയുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് രാഷ്ട്രീയ വിദഗ്ധർ കണക്കാക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.